ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഉഭയകക്ഷി വ്യാപാര ചർച്ചകളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു വിഷയമാണ് എഥനോൾ ഇറക്കുമതി. ഇന്ത്യയുടെ എഥനോൾ വിപണി അമേരിക്കൻ ഉൽപ്പാദകർക്കായി തുറന്നുകൊടുക്കാൻ പോകുന്നുവെന്നും ഇന്ധനത്തിൽ കലർത്തുന്നതിനായി അമേരിക്കയിൽ നിന്ന് വൻതോതിൽ എഥനോൾ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നുമുള്ള വാർത്തകൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിശദീകരണം എന്താണെന്നും ഇന്ത്യയുടെ എഥനോൾ നയത്തിന്റെ ഭാവി എന്താണെന്നും വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകളുടെ ഭാഗമായി ഇന്ധന ആവശ്യങ്ങൾക്കുള്ള എഥനോൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ യാതൊരു തരത്തിലുള്ള വാഗ്ദാനമോ ഇളവുകളോ നൽകിയിട്ടില്ലെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റും വസ്തുതാവിരുദ്ധവുമാണെന്ന് സർക്കാർ കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യ നടപ്പിലാക്കി വരുന്ന എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ എഥനോളും രാജ്യത്തിനുള്ളിലെ പ്രാദേശിക ഉൽപ്പാദകരിൽ നിന്ന് മാത്രമാണ് നിലവിൽ കണ്ടെത്തുന്നത്. ഈ നയത്തിൽ മാറ്റം വരുത്താനോ അമേരിക്കയിൽ നിന്ന് വലിയ അളവിൽ എഥനോൾ ഇറക്കുമതി ചെയ്യാനോ നിലവിൽ യാതൊരു പദ്ധതിയുമില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഇന്ത്യ നിലവിൽ തങ്ങളുടെ അസംസ്കൃത എണ്ണ ആവശ്യത്തിന്റെ 88% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ആഗോള വിപണിയിലെ വിലക്കയറ്റവും എണ്ണ വിതരണ തടസ്സങ്ങളും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പ്രധാന പദ്ധതിയാണ് പെട്രോളിൽ എഥനോൾ കലർത്തൽ. കരിമ്പ്, ചോളം, അരി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ എഥനോൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ പ്രാദേശികമായി എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് വഴി രാജ്യത്തിന് ലഭിച്ചത് വലിയ സാമ്പത്തിക നേട്ടങ്ങളാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. 2026 മെയ് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ എഥനോൾ ബ്ലെൻഡിംഗ് വഴി ഏകദേശം 310 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇതിലൂടെ മാത്രം 1.90 ലക്ഷം കോടി രൂപയിലധികം വിദേശ നാണ്യമാണ് രാജ്യത്തിന് ലാഭിക്കാനായത്. കൂടാതെ എഥനോൾ നിർമ്മാണത്തിനായി കാർഷിക വിളകൾ ഉപയോഗിച്ചതിലൂടെ ഇന്ത്യയിലെ കർഷകർക്ക് 1.6 ലക്ഷം കോടി രൂപയിലധികം അധിക വരുമാനമുണ്ടായി. കാർബൺ എമിഷൻ 930 ലക്ഷം മെട്രിക് ടണ്ണിലധികം കുറയ്ക്കാനും സാധിച്ചു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോളം അധിഷ്ഠിത എഥനോൾ ഉൽപ്പാദനം വളരെ വലുതാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് തങ്ങളുടെ എഥനോളിന് പ്രവേശനം ലഭിക്കാൻ US കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയും US തമ്മിൽ നടക്കുന്ന വിശാലമായ വ്യാപാര ചർച്ചകളിൽ മറ്റു ചില കാർഷിക വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യതകൾ നൽകുന്ന കാര്യത്തിൽ ധാരണകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇന്ധനാവശ്യത്തിനുള്ള എഥനോളിന്റെ കാര്യത്തിൽ ഇന്ത്യ തങ്ങളുടെ കർശനമായ നിലപാട് തുടരുകയാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ കടലാസിലെ കണക്കുകൾക്കും കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾക്കും അപ്പുറം റോഡിലിറങ്ങുന്ന വാഹന ഉടമകൾ ഉന്നയിക്കുന്ന പരാതികളും ചെറുതല്ല. പെട്രോളിൽ എഥനോൾ അളവ് കൂടിയത് കാരണം വാഹനങ്ങളുടെ മൈലേജ് ഗണ്യമായി കുറയുന്നുവെന്നതാണ് പ്രധാന വിമർശനം. എഥനോളിന്റെ ജല ആകിരണ ശേഷി കാരണം എഞ്ചിൻ പാർട്സുകൾ വേഗത്തിൽ തുരുമ്പെടുക്കുകയും ഫ്യുവൽ പമ്പടക്കമുള്ള ഭാഗങ്ങൾ തകരാറിലാകുകയും ചെയ്യുന്നുവെന്ന് മെക്കാനിക്കുകളും സാങ്കേതിക വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു. പഴയ വാഹനങ്ങൾക്ക് യാതൊരുവിധ മുൻകരുതലുമില്ലാതെ ഇത്തരം ഇന്ധനം നൽകുന്നത് ജനങ്ങൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഇതിനു പുറമെയാണ് വ്യാപാര കരാറുകളിലെ സുതാര്യതയില്ലായ്മയെക്കുറിച്ചുള്ള സംശയങ്ങൾ. അമേരിക്കയിൽ ചോളം അധിഷ്ഠിതമായി നിർമ്മിക്കുന്ന വില കുറഞ്ഞ എഥനോൾ വൻതോതിൽ മിച്ചമുണ്ട്. അത് ഇന്ത്യൻ വിപണിയിലേക്ക് തള്ളാൻ US കാലങ്ങളായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നിലവിൽ ഇന്ധന എഥനോൾ ഇറക്കുമതി ചെയ്യുന്നില്ലെന്ന് സർക്കാർ പറയുമ്പോഴും വ്യാവസായിക ആവശ്യങ്ങൾക്കായി അമേരിക്കൻ എഥനോൾ വൻതോതിൽ രാജ്യത്തേക്ക് എത്തുന്നുണ്ടെന്നത് വസ്തുതയാണ്. ഇത് ഭാവിയിൽ ഇന്ധന വിപണിയിലേക്കും വഴി തുറക്കുമോ എന്ന ഭയം വിപണി വിദഗ്ധർക്കുമുണ്ട്. അതായത് ഒരു വശത്ത് ഇന്ധന ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും കർഷകരെ സഹായിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ മറുവശത്ത് അത് ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന അവസ്ഥയിലേക്കും അമേരിക്കൻ വ്യവസായങ്ങൾക്ക് വിപണി ഉറപ്പിക്കാനുള്ള വഴിയൊരുക്കലിലേക്കും പോകുകയാണോ എന്ന ചോദ്യം ശക്തമാണ്. എഞ്ചിൻ തകരാറുകളും മൈലേജ് കുറവും പരിഹരിക്കാൻ വ്യക്തമായ പഠനങ്ങളോ ഉപഭോക്തൃ സംരക്ഷണമോ ഉറപ്പാക്കാതെ മുന്നോട്ടു പോകുന്ന നയം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചേക്കാം.